ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ഇൻവെൻ്ററി ജോലികളെ കുറിച്ചാണ്. അത് നമ്മൾ ഓരോരുത്തരും സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണ്. നമുക്ക് അവിടുത്തെ സെൽഫിൽ നിന്നും ആ സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ മുന്നേ ആ സാധനങ്ങൾ, ആ പ്രൊഡക്റ്റുകൾ സെൽഫിൽ എത്താൻ വേണ്ടി എന്തൊക്കെ പിന്നാമ്പുറത്ത് എന്തൊക്കെ വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയുമോ? അതിനെക്കുറിച്ചാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഘട്ടം ഘട്ടമായിട്ടുള്ള വർക്കുകൾ ഉണ്ട്. അതിന് ശേഷമാണ് ഒരു പ്രൊഡക്റ്റ് സൂപ്പർ മാർക്കറ്റിലെ റാക്കിൽ എത്തുന്നത്. അത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നമുക്ക് നോക്കാം. ഒന്നാമതായി, ഒരു പ്രൊഡക്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അത് കൊണ്ടുവരുന്ന സപ്ലയർ സൂപ്പർ മാർക്കറ്റിൽ അത് എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യുന്നത് എന്താണ്? ആ സൂപ്പർ മാർക്കറ്റിലുള്ളവർ അതിൻ്റെ ക്വാണ്ടിറ്റി, അത് പറഞ്ഞ അളവിൽ തന്നെയാണോ വന്നത്, അതുപോലെ തന്നെ ക്വാളിറ്റി, അതെന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അത് നല്ല എക്സ്പയറി ഡേറ്റ്, ലോങ് എക്സ്പയറി ഡേറ്റ് ഉള്ളതാണോ, ഇതെല്ലാം പ്രധാനമായി ചെക്ക് ചെയ്യും. പിന്നെ രണ്ടാമതായി നടക്കുന്ന പ്രക്രിയയാണ് സിസ്റ്റം എൻട്രി ആൻഡ് ബാർകോഡിങ്. ഇതിനെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയും, GRN എന്നും കൂടി പറയും. ഇതെന്തിനാ ചെയ്യുന്നത്? ഇത് ചെയ്യുമ്പോഴാണ് വന്ന സാധനങ്ങൾ നമ്മുടെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ സ്റ്റോക്കിൻ്റെ ഭാഗമായി മാറുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തായി, ഈ വന്ന ഇൻവോയ്സ് പ്രകാരമുള്ള വിലയും അളവുമായിരിക്കും പിന്നെ സെയിൽ നടക്കുക. വിലയിൽ മാറ്റമുണ്ടെങ്കിലും വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഒക്കെ ആ വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ നിങ്ങൾക്ക് സാധനം കിട്ടുക. അതാണ് രണ്ടാമത്തെ പ്രക്രിയ. പിന്നീട് നടക്കുന്ന പ്രക്രിയയാണ് ആ പ്രൊഡക്റ്റുകൾ നമുക്ക് എടുക്കാൻ പാകത്തിൽ സൂപ്പർ മാർക്കറ്റിലെ റാക്കിലേക്ക് എത്തുന്നത്. ഈ റാക്കിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേയും ഒരു ചെറിയ പ്രക്രിയ കൂടെ നടക്കുന്നുണ്ട്. അതെന്താണ്? ബാക്ക് സ്റ്റോർ മാനേജ്മെൻറ്റ് എന്നാണ് അതിന് പറയുക. ഈ വന്ന പ്രൊഡക്റ്റുകൾ മുഴുവനായിട്ട് റാക്കിൽ അടക്കി വെക്കാൻ സാധ്യമല്ല, കുറച്ച് കൂടുതലുണ്ടാകും. അപ്പോൾ അത്രയും സാധനങ്ങൾ അവർ ബാക്ക് സ്റ്റോറിൽ വെക്കും. അത് ഫോളോ ചെയ്യുന്നത് ഫിഫോ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം വന്ന സാധനങ്ങൾ ബാക്ക് സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് റാക്കിലേക്ക് വെക്കും. പിന്നെ പുതിയ സാധനങ്ങൾ ബാക്ക് സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നെ ഫസ്റ്റ് വന്ന സാധനങ്ങൾ റാക്കിലേക്കും ലാസ്റ്റ് വന്ന സാധനങ്ങൾ ബാക്ക് സ്റ്റോറിലേക്കും, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് പ്രകാരം ഇത്രയും കാര്യങ്ങളൊക്കെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് എടുക്കാൻ പാകത്തിൽ സൂപ്പർ മാർക്കറ്റിലെ പ്രൊഡക്റ്റുകൾ എത്തുന്നത്. അപ്പോൾ ഓക്കേ.